എനിക്ക് ആ സിനിമ അറിയാവുന്ന സിനിമയാണ്, എന്നിട്ട് പോലും ഞാനത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു നന്നായിരുന്നു, നല്ല പടമാണ്. ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ചെറിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ ആ വിവാദങ്ങൾ പല സംഘടന, മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ, ഈ കാതൽ സിനിമയ്ക്കെതിരെ പരോക്ഷമായ വിവാദമായി. കലയായിട്ട് കാണുകയല്ലേ ഇവരല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഞാനീ പറഞ്ഞല്ലോ, അതിനൊക്കെ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ കലയായിട്ട് കാണൂ, ഇതിനെ അതായിട്ട് കാണൂ എന്നൊന്നും പറഞ്ഞാലൊന്നും കണ്ടോളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. കലയ്ക്കൊരു സ്വാതന്ത്ര്യമില്ലേ വിഷാര്? കലയ്ക്കൊരു സ്വാതന്ത്ര്യമില്ലേ? കലയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് പ്രതിഷേധിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇത് നടക്കുന്നേ, ഇതൊക്കെ നടക്കുന്നു. ആന്റണി സിനിമയ്ക്കും അതുപോലെ ഇപ്പം എല്ലാത്തിനും ഉണ്ട്. ഇനി ഇപ്പൊ നമ്മള് സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അതിൽ നിഷേധിച്ചെങ്കിലും ജാതി, മതം, പ്രാദേശികമായി ഇതെല്ലാം തിന്നു തുടങ്ങി നമ്മളിപ്പം. അത് ക്രിക്കറ്റിൽ വന്നു, അത് സീരിയലിലുണ്ടെന്ന് ഇപ്പോൾ പറയപ്പെട്ടു. അത് എവിടെ അതില്ലാത്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും എല്ലാ തരത്തിലും ഇത് പലതരത്തിൽ വന്നു കഴിഞ്ഞു. ഞാൻ ഈ ഇടയ്ക്ക് ആരോട് പറഞ്ഞു, ഇപ്പൊ നാളെ ഒരു പക്ഷേ നാദിർഷയുടെയും റിമി ടോമിയുടെയും എന്റെയും കൂടെ ഒരു പരിപാടി ബുക്ക് ചെയ്തിട്ട് മതസൗഹാർദ്ദ മെഗാ ഷോ എന്നുള്ള നോട്ടീസ് വരെ വേണേ അടിച്ചു കളയും. കാരണം നാദിർഷയ്ക്ക് മുസ്ലിം, റിമി ക്രിസ്ത്യാനി, ഞാൻ ഹിന്ദു ആണല്ലോ, അങ്ങനെ നമുക്ക് ചെയ്ത് കളയാന്ന് വരെ ചിന്തിക്കും. വലിയ താമസമില്ലാതെ ആ ലെവലിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ വരും. ജാതി ഒരു സംഭവം തന്നെയല്ലേ? ജാതി ഒരു സംഭവമാണല്ലേ? അല്ലെ? ചിന്തിക്കുന്നവർക്കുണ്ട്. ആ ചിന്താഗതി മാറാനും പോകുന്നില്ല. ഈ വല്ല കല്യാണം ആലോചിക്കുമ്പോഴോ കൊച്ചിന് പേരിടുമ്പോഴോ നോക്കുമ്പോഴോ എന്നൊക്കെ ഉള്ളതിനപ്പുറം ഇപ്പം അങ്ങനെ പ്രത്യക്ഷത്തിൽ ഉണ്ടോന്നറിയില്ല. ഉണ്ട്, പ്രശ്നം തന്നെയാ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നും ഒരു കടപ്പാടുണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയും? സലീം കുമാർ. അങ്ങ് ആ ഗ്രൂപ്പിൽ വരികയും അല്ലേ? അതെ. സലീം കുമാറിന്റെ ആ പുസ്തക പ്രകാശനത്തിന് വന്നിട്ട് താങ്കളുടെ പ്രസംഗം വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ട പ്രസംഗമായിരുന്നു. മനസ്സിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ പ്രസംഗമാണ് അല്ലെ? ആ പ്രസംഗം ഞാൻ ഫുൾ കേട്ടാണ്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനോട് കിടപ്പാട് ചുമ്മാ പറയുന്നതല്ല, ഉള്ളിൽ നിന്നാ പറഞ്ഞതൊക്കെ. അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നു, നമ്മളെ കൈപിടിക്കാൻ ഉണ്ടായിരുന്നു. അത് മറ്റേത് നമുക്കൊരു ഉത്തരവില്ലാത്ത കാര്യമാണ്. ഇല്ലായിരുന്നെങ്കിൽ, ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെയാ. എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഈ യാത്രയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഉണ്ടാവും. ആ വീഴ്ച പറ്റിയപ്പോഴൊന്ന് കൈപിടിച്ചു വരുത്താൻ ആരായിരുന്നു കൂടെ ഇന്ന്? ഇല്ല, വീഴ്ച പറ്റിയൊന്നും കൂട്ടത്തിൽ ഒന്നും ഒരു മനസ്സിലായിട്ടില്ല. നമ്മളെ നിൽക്കുമല്ലേ, വീഴാത്ത പോലെ നിൽക്കുമല്ലേ, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ആർക്കും അറിയില്ല, നമ്മുടെ വീഴ്ച ആർക്കും അറിയത്തില്ല. നമ്മൾ അങ്ങനെ ഒരു ഇത് കൊടുക്കില്ല. അതൊരു വീടിനപ്പോ കൈപിടുത്തി ഉയർത്താൻ ആരും പറഞ്ഞേ വന്നില്ല. നമ്മൾ സ്വയം ഉൾക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. ഈ സലീം കുമാറിന്റെ പേര് പറഞ്ഞാൽ അങ്ങനെ ഒരു പേരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാ. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.